ഹായ് ഓൾ, സ്മി ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള സമയം 9:47. ഇത് നമുക്ക് ഇന്നത്തെ ലിക്വിഡിറ്റി ഏരിയസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ആദ്യം പ്രീവിയസ് ഡേയിലുള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ള 3 ലൈൻസൊക്കെ ഒഴിവാക്കാം. ഇനി ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഇന്നലത്തെ ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് വീണ്ടും മേലേക്ക് തന്നെ വന്നത്. ഈ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിനു ശേഷം കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് അപ്സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഇതിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി 15 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇവിടെ നിന്നും വേറെ ലിക്വിഡിറ്റി ഏരിയസ് ഒന്നുമില്ല. മുകളിൽ പ്രീവിയസ് ഡേയിലുള്ള ഈ ഒരു ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. എൻട്രി എടുക്കാൻ പറ്റുന്ന ഏരിയ ആണ്. 23,418.25 ഒരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. 15 മിനിറ്റ് IDX ആണ്. ഇനി ഡൗൺ സൈഡ് ഇന്നത്തെ ഡേയിലോ ആയിരിക്കും ഒരു ലെവലായിട്ടുള്ളത്. അതും ഒരു 15 മിനിറ്റ് IDX ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇന്നത്തെ ഡേയിലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. 23,217.3. സോ 15 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇനി 5 മിനിറ്റിൽ നോക്കുമ്പോൾ 5 മിനിറ്റിൽ ജസ്റ്റ് കുറച്ച് ക്യാൻഡിൽസ് ഫോം ആയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ലെവൽസ് ഒന്നുമില്ല. പ്രീവിയസ് ഡേയിൽ ഒരു ലെവലുണ്ട്, പക്ഷേ അത് നമ്മൾ 5 മിനിറ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല. 15 മിനിറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. സോ അതാണ് ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ. നമുക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹയർ ടൈം ഫ്രെയിം ലെവൽസ് ടാപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു പ്രീവിയസ് ഡേ ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് എൻട്രി എടുക്കാനുള്ളൊരു ചാൻസ് ഇല്ല. കാരണം അവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും മേലേക്ക് തന്നെ ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് തീരെ റെസ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ എൻട്രിയും വന്നിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഇനി ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ ഹയർ ടൈം ഫ്രെയിമിൽ പുതിയ ഏതെങ്കിലും ലെവൽസ് ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിൽ എൻട്രി വേണം. 1 മിനിറ്റിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൂ. ചെറിയ ലിക്വിഡിറ്റി ഏരിയസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 1 മിനിറ്റ് മാത്രം നോക്കി ഞാൻ ഒരിക്കലും എൻട്രി എടുക്കില്ല. ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ 1 മിനിറ്റിൽ നോക്കിയിട്ട് ട്രേഡ് എടുക്കുള്ളൂ. ഓക്കെ. സോ ഏതായാലും വെയിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. കൺഫ്യൂഷനിലാണ്. അതായത് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കണോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കണോ എന്നുള്ള ഒരു ഇതുമില്ല. ഒരു ഐഡിയ പോലും ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ല നിലവിൽ. ഇപ്പോൾ 9:50 സമയം. ഈ 9:50 ആവുന്നത് വരെ ഒരു ഐഡിയ ഇല്ല. കാരണം ഇതുവരെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തില്ല. സോ എൻ്റെ സ്ട്രാറ്റജി പ്രകാരം ഒരു വ്യൂ കിട്ടാനുള്ള ടൈം ആയില്ല എന്നല്ല, വ്യൂ കിട്ടാനുള്ള ഫോർമേഷൻ മാർക്കറ്റിൽ ഇതുവരെ വന്നില്ല. സോ അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് കയ്യും കെട്ടി വെറുതെ അങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല ഏതെങ്കിലും എൻട്രീസ് അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. കുറച്ച് വിട്ടിട്ടാണ് അപ്സൈഡ് ആണെങ്കിൽ അപ്സൈഡ് കുറച്ചുകൂടെ അടുത്താണ് പെട്ടെന്ന് ടാപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. അതല്ല ഡൗൺ സൈഡ് ഒരുപാട് വിട്ടിട്ടാണ്, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഇന്നത്തെ ഡേയിലേക്ക്. സോ അത് ടാപ്പ് ചെയ്യാനും വെയിറ്റ് ചെയ്യാം. അത് ടാപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കൺസിഡർ ചെയ്യാം. ഒന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിലും ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. സോ ഈ 3 കേസ് വരുന്നത് വരെ എൻട്രീസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ. നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന 1-2 ലിക്വിഡിറ്റി ഏരിയാസും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തൊട്ടടുത്തുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഇതാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഡൗൺ സൈഡ് IDX ആണിത്. 23,359.95 എന്ന് പറഞ്ഞത്. സോ അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റിൽ നോക്കിയിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാം. അതേപോലെ ഇവിടെ ഒരു ലെവലുണ്ട്. ഇത് 15 മിനിറ്റിലും ഓക്കെ, ഇത് 15 മിനിറ്റിലും രണ്ടും 15 മിനിറ്റിലും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ രണ്ടും നല്ല ലെവൽസ് തന്നെയാണ്. 2 ലെവൽസ് ഒന്നും എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവൽസാണ്. പിന്നെ അപ്പ് സൈഡിലുള്ള IDX ഇവിടെയാണുള്ളത്. ഇത് പ്രീവിയസ് ഡേയിലുള്ളതാണ്. ഈ ഒരു ലെവൽ 23,418.25 നമ്മൾ രാവിലെ പറഞ്ഞ ലെവൽ തന്നെയാണ്. ഈ 2 ലെവൽസ് ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ഓക്കെ. സോ ഇതുവരെ ട്രേഡ്സ് ഒന്നുമില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. സമയം ഓൾമോസ്റ്റ് 12:30 ആയിട്ടുണ്ട്. ഈ വീക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്. മൺഡേ ട്രേഡ്സ് ഒന്നും ഇല്ല. ഇനി ട്യൂസ്ഡേ ഇന്നലെ 2 ട്രേഡ് ഉണ്ട്. 2 ട്രേഡ് വെസലാണ്. ഇന്ന് വെനസ്ഡേ 12:30 വരെ ആയിട്ട് ഇതുവരെ ട്രേഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഏതായാലും നമുക്ക് നോക്കി നോക്കി ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതിൽ ആ ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിലുള്ള സ്ട്രൈക്കൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഇതിൽ ഏതൊക്കെയോ പൊസിഷൻ്റെ ടൂളൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മളെ ലെവൽ എന്ന് പറഞ്ഞത്. സോ ഇവിടെ ഈ ഒരു ഏരിയയിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ 23,350 കോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം. 23,350 കോൾ ഓപ്ഷൻ്റെ ചാർട്ട്. ഓക്കെ. 196-200 റേഞ്ചിലാണ് പ്രീമിയം കിടക്കുന്നത്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിലും സെലക്ട് ചെയ്ത് വെക്കാം.
23,350 23,350 കോൾ ഓപ്ഷൻ. ഇന്നിപ്പോൾ പുതിയ സ്ട്രൈക്കാണൊക്കെ. ഇന്നലെ എക്സ്പയറി ഡേ കഴിഞ്ഞ് ഇന്ന് ബുധനാഴ്ച തൊട്ടിട്ട് പുതിയ സ്ട്രൈക്കാണ്. സോ ശരിക്കും ഈ ഹ്യൂജ് പ്രീമിയം ആവേണ്ടതാണ്. 200 മേലേക്കൊക്കെ പ്രീമിയം ഉണ്ടാവേണ്ടതാണ്. എന്തായാലും കുറവാണ്, കുഴപ്പമില്ല. ഓക്കെ, അതെല്ലാം നമുക്ക് ബൈ കൊടുക്കാം. 520 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ. ഓക്കെ, ഇനി വെയിറ്റ് ചെയ്യാം. ഈ അടുത്തൊന്ന് ടാപ്പ് ചെയ്യണ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. മെല്ലെ മെല്ലെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേറ്റിംഗ് മാതിരിയാണ് ഇങ്ങനെ വരുന്നത്. ഇവിടുന്ന് വേണമെന്ന് വിചാരിച്ചാൽ ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരാമല്ലോ. അത് വരാതെ ഇവിടെ പോയി ഇവിടെ ഒരു ചെറിയൊരു ഫാള് പോലെ വന്ന് വീണ്ടും ഇവിടെ പോയി, അതും ഇവിടേക്ക് പോകുന്നത് ഇങ്ങനെ മെല്ലെയാണ് പോകുന്നത്. ഇവിടെ അപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. 5 മിനിറ്റിലൊക്കെ നോക്കിയാൽ അവിടെ ഒരു ക്യാൻഡിൽ തന്നെ ഉണ്ടാവും ചിലപ്പം. അതാ ഒന്നല്ല 2 ക്യാൻഡിൽസ് ഉണ്ട് ഈ റേഞ്ചിൽ തന്നെ. 1, 2, 3 ക്യാൻഡിൽസ് ആയിപ്പം. സോ ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആറ്റുനോറ്റിരുന്ന ആ ലെവലിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. 23,359.95. അതിൽ അവിടെ എത്തിയില്ല, റിഫ്രഷ് ചെയ്തെത്തിയേക്കും. ഓക്കെ, എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ ആ ലെവൽ പോയിക്കണം. ഒന്നും കൂടെ മാർക്ക് ഓർക്കാം. ഓക്കെ, സോ ആ ലെവല് ടാപ്പ് ഇതൊക്കെ മാറിപ്പോയല്ലോ. റിഫ്രഷ് ചെയ്തപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്തതിന് 23,350 23,350 കോൾ ഓപ്ഷൻ. ഓക്കെ, എൻട്രീൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രീമിയം അത്യാവശ്യം നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും നോക്കാം. 1 മിനിറ്റിലും കൂടെ ഒരു സ്ട്രക്ചറൊക്കെ ഫോം ആവട്ടെ, എന്നിട്ട് നമുക്കെടുക്കാം. ഡയറക്റ്റ് എൻട്രി നോക്കുന്നില്ല. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്ത എൻട്രി നമുക്ക് കിട്ടിയില്ല. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്നാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് അതിനെല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു. സ്ട്രൈക്ക് 23,350, ഓർഡർ വിൻഡോ എല്ലാം റെഡിയാക്കി. ബട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കുറച്ചുകൂടെ താഴേക്ക് വന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റി റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഹ്യൂജ് മൊമെൻ്റ് അവിടെ നിന്ന് മേലെ കിട്ടിയത്. പക്ഷേ അവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റിയില്ല. എൻട്രി തന്നില്ല, പ്രോപ്പർ സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രി ഒന്നും വന്നില്ല. സോ ഇപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യുന്ന ഏരിയ ആണ് 23,418.25. സോ അത് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് മാർക്കറ്റിൽ വരും. നമ്മൾ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി. പക്ഷേ അത് ടാപ്പ് ചെയ്തില്ല. അങ്ങനെ പോയി വീണ്ടും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അത് ടാപ്പ് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്ത് കുറേ നേരം കൺസോൾട്ടേറ്റിംഗ് ഒക്കെ നിന്ന് ഇവിടേക്ക് എത്തിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷനാണ്. അങ്ങനെ നിൽക്കുന്നിടത്ത് പെട്ടെന്ന് ഒന്ന് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം വരും. ഒരു ലിക്വിഡിറ്റി ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാൻ വേണ്ടി നോക്കാന്നുള്ള അങ്ങനെ നോക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഫുള്ള് സെറ്റാക്കിയിരിക്കും. അങ്ങനെ ഇരുന്ന് എൻട്രി ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിരുന്ന് ഹ്യൂജ് മൊമെൻ്റ് പോയി. അപ്പോൾ ഈ മൊമെൻ്റൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലുണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇതിന് എത്ര പ്രോഫിറ്റ് കിട്ടേണ്ട സാധനമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തിരിക്കണം, കാമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ സെറ്റ് പ്രകാരം എൻട്രി അവിടെ വന്നില്ല. സോ അങ്ങനെ പോകുന്ന പോയിൻറ്റ്സ് നമുക്കുള്ള പോയിൻറ്റ്സ് അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു ട്രേഡ് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിലവിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലാണ് ടാപ്പ് ചെയ്ത് നിൽക്കുന്നത്. സോ ഡൗൺ സൈഡിലേക്കാണ് എൻട്രി കൺസിഡർ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴേക്ക് നമുക്ക് സ്ട്രൈക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ 23,420 23,450 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. 23,450 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. 23,400 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ എൻട്രി കിട്ടുകയാണെങ്കിൽ 23,400 തന്നെ മതി. പക്ഷേ ഇവിടേക്കൊക്കെ പോയി എൻട്രി കിട്ടുകയാണെങ്കിൽ 450 എടുക്കേണ്ടി വരും. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ആണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 400 സെലക്ട് ചെയ്യാം. 23,400 പുട്ട് ഓപ്ഷൻ. അതേപോലെ ഫ്ലാറ്റ് ട്രേഡിലും പോയി സംഭവമൊക്കെ മാറ്റി കൊടുക്കാം. ഇതൊക്കെ അങ്ങനെ മാറ്റുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ഒക്കെ വരും. എൻ്റെ ഇങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോവുകയും ചെയ്ത് ഹ്യൂജ് പോയിൻറ്റ്സ്, പക്ഷെ നമുക്ക് കിട്ടിയില്ലല്ലോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങോട്ട് പോട്ടെ. ഇനി അടുത്ത് നോക്കാം. 23,400
പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്ത് വെക്കാം. 520 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ്, ആൻഡ് മാർക്കറ്റ് ഓർഡർ. ഓക്കെ, ഇനി ഈ എൻട്രിയും കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ഉറപ്പോ കാര്യങ്ങളൊന്നുമില്ല. കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കും, അതല്ലാതെ വീണ്ടും മേലേക്ക് തന്നെ അപ്പ് സൈഡിൽ ഹ്യൂജ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അതല്ല ചിലപ്പം കിട്ടിയിട്ട് SL അടിക്കും, എന്ത് വേണം സംഭവിക്കാം. ഏതായാലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എൻ്റെ പ്ലാന് പ്രകാരം ഇത്രയും നേരം എൻട്രീസ് ഒന്നും വന്നില്ല. സോ എൻ്റെ പ്ലാന് പ്രകാരം ഇത്രയും നേരം ഞാൻ മിണ്ടാതെ അടങ്ങി ഇരിക്കണമായിരുന്നു മാർക്കറ്റിൽ. അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. പ്ലാൻ ഇത്രയും നേരം ഞാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഞാൻ അടങ്ങിയിരുന്നു, ഒരു എൻട്രിയും ആവശ്യമില്ലാണ്ട് എടുത്തില്ല. ഇനിയിപ്പോഴുള്ള പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് പ്രോപ്പർ എൻട്രി കിട്ടുമോ നോക്കുക, അത് കിട്ടുകയാണെങ്കിൽ എടുക്കുക, കിട്ടിയില്ലെങ്കിൽ എടുക്കരുത്, അതാണ് പ്ലാൻ. ഇനി എടുത്തതിന് ശേഷം എൻട്രി കിട്ടുകയും ചെയ്തു, എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 6 പോയിൻ്റ് SL അല്ലെങ്കിൽ അടുത്ത ലിക്വിഡിറ്റിയുടെ ടാർഗറ്റ്, അത് രണ്ടും സെറ്റ് ചെയ്യാം. അതാണ് പ്ലാൻ. ആ പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഒരു എൻട്രി വരുന്നുണ്ട് നിഫ്റ്റിയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. 23,420.05 അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. 400 ആണ് നമ്മൾ സെലക്ട് ചെയ്ത് 420 നമുക്ക് എൻട്രി വരുന്നത്. വലിയ പ്രശ്നമില്ല, ഇന്ന് എക്സ്പയറി ഡേ കഴിഞ്ഞ ദിവസമാണല്ലോ. 400 പുട്ട് ഓപ്ഷൻ, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. മേലേക്ക് കയറി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിലെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 5 മിനിറ്റ് ആണ്. 5 മിനിറ്റിൽ പ്രോപ്പർ ടാർഗറ്റ് ഇവിടെയാണുള്ളത്. അത് അത്യാവശ്യം ഹ്യൂജ് ടാർഗറ്റ് ആയിരിക്കും തോന്നുന്നുണ്ട്. ഇവിടേക്ക് തന്നെ 56 പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടേക്ക് 86 പോയിൻറ്റ്സും ഉണ്ട്. അത് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് എൻട്രി വന്നതിന് ശേഷം പ്രീമിയത്തിൻ്റെ മൊമെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ തന്നെ 30 പോയിൻറ്റ്സ് കിട്ടാൻ 1:5 ഒക്കെ ആവാൻ മതിയോ. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ട്, ഒരു 30 പോയിൻറ്റ്സും കൂടെ ഉണ്ട്. സോ കുറച്ച് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതിന് 30 പോയിൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. പ്രീമിയത്തിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളും നോക്കിയിട്ട് തീരുമാനിക്കാം. ഓക്കെ, ഏതായാലും ആദ്യം എൻട്രി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിൽ പുതിയൊരു എൻട്രി ഏരിയ കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ. അവിടേക്കുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 9 പോയിൻറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി കൺസിഡർ ചെയ്യാം. 12 പോയിൻറ്റ്സ്. ഓക്കെ, ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അവിടെ ടാപ്പ് ചെയ്തിട്ട് എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് മേലേക്ക് തന്നെ കയറി വന്ന് SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡും കൂടെ കൺസിഡർ ചെയ്യാം. സോ 2 ട്രേഡ് കൺസിഡർ ചെയ്യാം, ഒന്ന് ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് SL അടിച്ചിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു എൻട്രിയും കൂടെ ഇവിടുന്ന് കൺസിഡർ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി വന്നതിന് ശേഷം ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ ടാർഗറ്റിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, സോ 2 കേസുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സ്ട്രൈക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ് രണ്ടും. ഓക്കെ, മാർക്കറ്റ് വീണ്ടും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എൻട്രി തരാതെ ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഈ ഒരു ലെവലിൽ നിന്നാണ്. അതിന് അവിടെ ടാപ്പ് ചെയ്തു, കറക്റ്റായിട്ട് മേലേക്ക് വരികയും ചെയ്തു. തൊട്ട് നമുക്ക് എൻട്രി കിട്ടിയത് നമ്മൾ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ 1 മിനിറ്റിൽ നോക്കിയിട്ട് 2 എൻട്രി ഏരിയ മാർക്ക് ചെയ്ത് വെച്ചു. അത് ഫസ്റ്റ് എൻട്രി ഏരിയ കിട്ടിയില്ല, അത് കോട്ടയെ അരിച്ച് വീണ്ടും അടുത്തൊന്ന് ക്രിയേറ്റ് ചെയ്ത് അവിടെ എൻട്രി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അതും തരാതെ ആ ലിക്വിഡിറ്റി ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ കറക്റ്റായിട്ട് റെസ്പെക്റ്റും ചെയ്തിട്ട് ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പോകുന്നു. ഇപ്പോൾ ടാർഗറ്റ് അടിക്കുക നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ പ്ലാൻ ചെയ്തതിന് സെക്കൻഡ് ടാർഗറ്റാണ് ഇവിടെ. സോ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ്. വീണ്ടും നമ്മളെ ഇമോഷൻസൊക്കെ മാർക്കറ്റ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇമോഷൻ കൺട്രോളിൻ്റെ ലെവല്, നമ്മളെ പേഷ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളതിലൊന്നും പതറില്ല. ഇത്ര നേരമായിട്ട് നമ്മൾ പതറിയില്ല, എൻട്രി ഒന്നും എടുത്തില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പ്രോപ്പർ സെറ്റപ്പ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. സോ മാർക്കറ്റ് എന്ത് വേണമെങ്കിലും കളിച്ചോട്ടെ, എത്രയൊക്കെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും നമ്മൾ എത്രയൊക്കെ നമ്മളെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ ഒരടി പോലും നമ്മളെ പ്ലാനിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല. ഓക്കെ,
ഇത്രയും നേരം നമ്മൾ പ്ലാൻ കറക്റ്റ് ഫോളോ ചെയ്തു. നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ കറക്റ്റ് സെറ്റപ്പ് പ്രകാരമുള്ള ട്രേഡ് വരുമ്പോൾ എടുക്കുക, പ്രോപ്പർ SL കൊടുക്കുക, പ്രോപ്പർ ടാർഗറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ നമ്മൾ പ്ലാൻ. അത് കറക്റ്റായിട്ട് ഇത്രയും നേരം നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അത് മാർക്കറ്റ് കഴിയുന്നവരെ നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യും. ഓക്കെ, കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇതുവരെ കിട്ടിയില്ല. എന്തായാലും ഇനിയും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അവസാനം ആ ടാർഗറ്റും മാർക്കറ്റ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് അടിച്ചു. അവിടേക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഹയസ്റ്റ് ഏരിയയിൽ നിന്ന് ഒരുപാട് പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. 156, 60, 70, 80, 96, 40 പോയിൻറ്റ്സോളം പ്രീമിയത്തിൽ വന്നിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എൻട്രി ഒന്നും കിട്ടിയില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സമയം 13:44 മാർക്കറ്റ് ഏകദേശം കഴിയാനായിക്കാണ്. ഇനി ഒരു 2 മണി കഴിഞ്ഞാൽ 1 മണിക്കൂർ, 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ മാർക്കറ്റ് ഇനി പെൻഡിങ് ആയിട്ടുള്ളൂ. സോ ഇത്രയും നേരമായിട്ട് ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല. സ്റ്റിൽ നമ്മൾ പ്ലാനിൽ നിന്നും ഒരടി അങ്ങോട്ടോ മാറിയില്ല. 100% പ്രൊഫഷണൽ പ്ലാനിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് നമ്മളിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എൻട്രി ഒന്നും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനി എൻട്രി കിട്ടണമെങ്കിൽ 5 മിനിറ്റിൽ ഏതെങ്കിലും ലിക്വിഡിറ്റി ഒരു ടാപ്പ് ചെയ്യണം. യെസ്, ഒന്നെങ്കിൽ ഇത് ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യത്തെ ടാപ്പ് ചെയ്തിട്ട് ഇത് ടാപ്പ് ചെയ്യുള്ളല്ലോ. സോ ഇത് ടാപ്പ് ചെയ്താലേ ഇനിയൊരു ട്രേഡ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യണം. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം, ഈ ഒരു ലെവൽ. ഓക്കെ, സോ ഇനിയിപ്പോൾ ഉള്ള 2 ലെവൽസ് തന്നെ ഒന്ന് 23,407.35 പിന്നെ 23,333.2. ഈ 2 ലെവൽസാണ് അടുത്തുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു എൻട്രി ഉണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് എൻട്രീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം ക്ലോസ് ആയി. ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല. നമ്മൾ ലാസ്റ്റ് എൻട്രി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്, അതും കിട്ടിയില്ല. കുറേ എൻട്രിക്ക് വേണ്ടി നോക്കിയിരുന്നു, ഒറ്റൊന്നും കിട്ടിയില്ല. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞത് 5 മിനിറ്റിലുള്ള കുറച്ച് ലെവൽസ് 50 മിനിറ്റ് ആയിരുന്നു തോന്നുന്നു. ഈ 2 ലെവൽസാണ്. ഇനി 23,333 23,407. അത് രണ്ടും അതിൻ്റെ രണ്ടിനും നടുക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ വീഡിയോ നിർത്തിയത്. സോ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഈ ലെവൽ ടാപ്പ് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടിയില്ല. പിന്നെ വീണ്ടും താഴേക്ക് പോയി ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തു. അവിടെ നിന്ന് എൻട്രി ഒന്നും കിട്ടിയില്ല. മാർക്കറ്റ് കുത്തനെ ഫാൾ വന്നു. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ലിക്വിഡ് ഏരിയ ഇതായിരുന്നു, അവിടെയും ടാപ്പ് ചെയ്തു. അപ്പോഴേക്ക് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് മൊത്തത്തിൽ നോക്കുമ്പം ട്രേഡ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ബ്ലാങ്ക് ആണ് ഇവിടെ കാണാം. സോ ഇങ്ങനെ ട്രേഡ്സ് ഒന്നും വരാതിരിക്കുന്ന ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാതെ അടങ്ങിയിരിക്കുക എന്നുള്ളത് ട്രേഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അടങ്ങിയിരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ജോലി ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്. പക്ഷേ ട്രേഡിങ്ങിൽ നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിരുന്നു, മാർക്കറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു, ഒറ്റ ട്രേഡ് പോലും എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം വേസ്റ്റ് ആയില്ലേ, ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ പ്രൊഡക്റ്റീവായിട്ട്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും ചിലപ്പം. സോ അങ്ങനെയുള്ള ഒരു നോർമൽ ആൾക്ക് ഏതൊരാൾക്കും അങ്ങനെ വരും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ട്രേഡിങ്ങിൽ അനാവശ്യമായിട്ടുള്ള ട്രേഡ് എടുക്കാതിരിക്കലാണ് ശരിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ പ്രോപ്പറായിട്ട് എൻട്രി വരാതിരിക്കുന്ന ദിവസത്തിൽ നമ്മൾ ട്രേഡ്സ് എടുക്കാതിരിക്കുക പറഞ്ഞാൽ അതൊരു ഫുൾ ഡേ വർക്ക് എടുത്തതിന് തുല്യമാണത്. അപ്പോൾ അങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ് ട്രേഡിങ്ങിൽ. വലിയ കാര്യം എന്നല്ല, ട്രേഡിങ്ങിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിന് അങ്ങനെ ആ രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ട ആവശ്യമില്ല. എന്നും ഇപ്പോൾ വെറുതെ ഒരു സിനിമ ഇരുന്ന് കണ്ടാലും അല്ലെങ്കിൽ കുറേ പാട്ട് കേട്ടിരുന്നാലും എന്ത് എൻജോയ്മെൻറ്റ് ചെയ്താലും പ്രശ്നമില്ല. ഇന്നൊരു വർക്ക് ചെയ്ത രീതിയിൽ തന്നെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മൈൻഡിൽ വരുത്തണം. കാരണം അതിന് ട്രേഡ് എടുക്കണം എന്നില്ല. നമ്മൾ ട്രേഡിങ്ങിൽ എല്ലാ ദിവസവും നമ്മളെ പ്ലാൻ, നമ്മളെ എയിമെന്ന് പറഞ്ഞാൽ, നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്ലാന് ഫോളോ ചെയ്യുക, കറക്റ്റ് നമ്മൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രേഡ് വരാതിരിക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് ട്രേഡിങ് ഒരു പെർഫെക്റ്റ് ട്രേഡിംഗ് പ്ലാൻ തന്നെയാണ്. സോ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തതിന് തുല്യമാണ്, ഒരു ഫുൾ ഡേ വർക്ക് ചെയ്തതിന് തുല്യമാണ്. നേരെ മറിച്ച് ഇന്ന് അനാവശ്യമായിട്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരൊറ്റ ട്രേഡ് പോലും അനാവശ്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാൻ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് വേറൊരു സാധനം വരാം, ഇന്നൊരു ട്രേഡിങ്ങിൽ എടുത്ത് SL അടിച്ചാലും കുഴപ്പമില്ല, ഇന്നൊരു ട്രേഡ് എടുത്ത് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വരും. പക്ഷെ അത് വന്നിട്ട് കാര്യമില്ല, അതിലല്ല കാര്യം കിടക്കുന്നത്. നമ്മൾ ട്രേഡ് എടുത്തോ എടുത്തില്ല എന്നുള്ളതല്ല, നമ്മൾ പ്ലാൻ ഫോളോ ചെയ്തോ ഇല്ല എന്നുള്ളതിനാണ് കംപ്ലീറ്റ് സംഗതി കിടക്കുന്നത്.
സോ പ്ലാൻ കറക്റ്റായി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫുൾ ഡേ വർക്ക് എടുത്തതിന് തുല്യമാണത്. ആ രീതിയിൽ തന്നെ കണക്കാക്കുക. അതിനൊരു കുറ്റബോധം വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്, ഓരോ ട്രേഡ് വരുന്ന സമയത്ത് എങ്ങനെ നോക്കിയിരിക്കുന്നു, അത് ട്രേഡ് കിട്ടാതെ പോകുന്ന സമയത്ത് എങ്ങനെ അടങ്ങിയിരിക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം, ഇങ്ങനത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.